TLB's ബയോളജി ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ 6ാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ DNA വേഴ്സസ് RNA, DNAയുടെയും RNAയുടെയും പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഈ രണ്ട് മോളിക്യൂൾസും എന്തൊക്കെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെർഷേ ചേസ് എക്സ്പെരിമെന്റ് നമ്മൾ മനസ്സിലാക്കി. ആൽഫ്രഡ് ഹെർഷേയും മാർത്ത ചേസും ബാക്ടീരിയോഫേജ് വൈറസിൽ നടത്തിയ എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു, കൺഫേം ചെയ്യാൻ സാധിച്ചു. എന്നാൽ ചില വൈറസുകളിൽ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പിക്ചറിൽ കാണുന്ന ടുബാക്കോ മൊസൈക്ക് വൈറസ്, അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA അല്ല, അതിൻ്റെ ന്യൂക്ലിക് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത് RNA ആണ്. ടുബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യൂബി ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ക്യൂബീറ്റ ബാക്ടീരിയോഫേജ് എന്നറിയപ്പെടുന്ന ഒരു വൈറസാണിത്. ഈ വൈറസിൻ്റെയും ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്, DNA അല്ല. എസ്ചെറീഷ്യ കോളി ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസാണിത്. അതുകൊണ്ടാണ് ഇതിനെ എക്സ്ചെറീഷ്യ വൈറസ് ക്യൂബീറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ്. എസ്ചെറീഷ്യ കോളിയെ ബാക്ടീരിയയെ ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ് ക്യൂബി ബാക്ടീരിയോഫേജ് വൈറസ് എന്ന് പറയുന്നത്. ഈ രണ്ട് വൈറസുകളും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ DNA അല്ല, RNA ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂൾ ഫുൾഫിൽ ചെയ്യേണ്ടത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ദ ക്രൈറ്റീരിയ ദാറ്റ് ഷുഡ് ബി ഫുൾഫിൽഡ് ബൈ എ മോളിക്യൂൾ വിച്ച് ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ? A molecule that can act as a genetic material must fulfill the following criteria. ഒന്നാമത്തെ criteria, it should be able to generate its replica. That means replication. Replica means the exact copy of itself. ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂളിന് എന്ത് പറ്റണം? അതിന് അതിൻ്റെ തന്നെ ഒരു കോപ്പിയെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. It should be able to generate its replica. റെപ്ലിക്കേഷൻ പ്രോസസ്സിന് വിധേയമായിട്ട് ആ മെറ്റീരിയലിന് അതിൻ്റെ തന്നെ ഒരു സെൽഫ് കോപ്പി ഉണ്ടാക്കാൻ സാധിക്കണം. Then second point, it should chemically and structurally be stable molecule. ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂളിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. പെട്ടെന്ന് മറ്റ് വസ്തുക്കളുമായിട്ടോ മറ്റ് രാസവസ്തുക്കളുമായിട്ടോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് നശിക്കാൻ പാടില്ല. അങ്ങനെ അത് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം, സ്ട്രക്ചറലി സ്റ്റേബിളും ആയിരിക്കണം. ഇറ്റ് ഷുഡ് കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി ബി സ്റ്റേബിൾ. ദെൻ തേർഡ് പ്രോപ്പർട്ടി, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ്, ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ, ദാറ്റ് ആർ റിക്വയർഡ് ഫോർ എവല്യൂഷൻ. മ്യൂട്ടേഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ലോ മ്യൂട്ടേഷന് വിധേയമാകുന്ന മോളിക്യൂൾസ് ആയിരിക്കണം ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള മോളിക്യൂൾസ്. എന്നാൽ മാത്രമേ ഒരു എവല്യൂഷൻ പ്രോസസ്സിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് നൈട്രജൻ ബേസുകളുടെ അറേഞ്ച്മെന്റ്. ആ അറേഞ്ച്മെന്റിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. പോയിന്റ് മ്യൂട്ടേഷനും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മ്യൂട്ടേഷന് വിധേയമാകാൻ കഴിയുന്ന
മോളിക്യൂൾസ് ആകണം ജനറ്റിക് മെറ്റീരിയൽ. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ എവല്യൂഷൻ. മ്യൂട്ടേഷൻ എവല്യൂഷന് മസ്റ്റാണ്. Then fourth one, it should be able to express itself in the form of Mendelian characters. അപ്പോൾ അതിന് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഡോമിനന്റ് ക്യാരക്ടേഴ്സ് ആയിട്ട്, റിസസീവ് ക്യാരക്ടേഴ്സ് ആയിട്ട്, ഹോമോസൈഗസ് കണ്ടീഷൻസിൽ, ഹെട്രോസൈഗസ് കണ്ടീഷൻസിൽ ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത്തരം എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡേലിയൻ ക്യാരക്ടേഴ്സിന്റെ രൂപത്തിൽ അതിന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? എ മോളിക്യൂൾ ദാറ്റ് ക്യാൻ ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ മസ്റ്റ് ഫുൾഫിൽ ദ ഫോളോയിങ് ക്രൈറ്റീരിയ. എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്? ഒന്നുകൂടെ പറയാം. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. It should chemically and structurally be stable. It should provide the scope for slow changes that are required for evolution. It should be able to express itself in the form of Mendelian characters. അപ്പോൾ ഈ ഒരു 4 ക്യാരക്ടേഴ്സും ഒരു ജനറ്റിക് മെറ്റീരിയൽ ഫുൾഫിൽ ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ആണ്. ഇനി DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ചില വൈറസുകളിലാണ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഏതാണ് ബെറ്റർ മോളിക്യൂൾ? DNA ഈസ് മോർ സ്റ്റേബിൾ ഫോർ സ്റ്റോറേജ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ദാൻ RNA. RNA-യേക്കാളും ബെറ്റർ മോളിക്യൂള് ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ DNA ആണ്. ഒന്ന് ജസ്റ്റിഫൈ ചെയ്യണം ആ സ്റ്റേറ്റ്മെന്റിനെ. ഫസ്റ്റ് പോയിന്റ്, the two strands of DNA are complementary to each other and can be separated by heating and come together in suitable conditions. എന്താ മീൻ ചെയ്യുന്നത്? The two strands of DNA are complementary to each other. ആ കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. DNA-യുടെ 2 സ്ട്രാൻഡും കോംപ്ലിമെന്ററി ആണ്, പരസ്പരം പൂരകങ്ങളാണ്. DNA-യുടെ ഒരു സ്ട്രാൻഡിൽ ഇവിടെ അഡിനൈൻ ആണ് വരുന്നതെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ അത് തൈമിൻ ആയിരിക്കും. ഇവിടെ ഗോനൈൻ ആണ് വരുന്നതെങ്കിൽ ഇവിടെ സൈറ്റോസിൻ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ പരസ്പരം കോംപ്ലിമെന്ററി ആണ് ഈച്ച് അതർ ഈ 2 സ്ട്രാൻഡും. ആൻഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹീറ്റിംഗ്. DNA-യുടെ പ്രോപ്പർട്ടിയാണ് DNA-യെ ഹീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഡീനാച്ചുറേഷന് വിധേയമാക്കിയാൽ DNA-യുടെ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യും. അതുപോലെ അനുയോജ്യമായ ഒരു കണ്ടീഷൻസ് സപ്ലൈ ചെയ്താൽ DNA-യുടെ 2 സ്ട്രാൻഡും അത് പഴയ അവസ്ഥയിലേക്ക് റീഫോം ചെയ്യും. ഇതാ പറയുന്നത്, 2 strands of DNA are complementary to each other and can be separated by heating and come together in suitable conditions. അപ്പോൾ അത് DNA-യുടെ പ്രോപ്പർട്ടിയാണ്. Then second one, the 2'OH group present in RNA is a reactive group and makes RNA labile and easily degradable. എന്താ പറയുന്നത്? 2'OH ഗ്രൂപ്പ് പ്രസന്റ് ഇൻ RNA. RNA-യുടെ ഷുഗർ നമുക്കറിയാം റൈബോസ് ഷുഗറാണ്. റൈബോസ് ഷുഗറും DNA-യുടെ ഷുഗർ നമുക്കറിയാം ഡിയോക്സി റൈബോസ് ഷുഗറുമാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ RNA-യുടെ ഷുഗറായ റൈബോസില് 2ാമത്തെ കാർബൺ ആറ്റത്തിന്റെ അവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ആ OH ഗ്രൂപ്പ് DNA-യിൽ ആബ്സെന്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു O ഇവിടെ കുറവാണ്, ഒരു ഓക്സിജൻ കുറവാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡിയോക്സി റൈബോസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ RNA-യിൽ ആ OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ OH ഗ്രൂപ്പിന്റെ പ്രസൻസ് RNA-യെ ഒരു റിയാക്റ്റീവ് മോളിക്യൂളാക്കി മാറ്റുന്നുണ്ട്. വേഗത്തിൽ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ ഒരു OH ഗ്രൂപ്പ് RNA മോളിക്യൂളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു
പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് RNA വേഗത്തിൽ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് ഡീഗ്രേഡ് ചെയ്തു പോവുകയും ചെയ്യും, ലബൈലായിട്ട് മാറുകയും ചെയ്യും. 2'OH group present in RNA is a reactive group and makes RNA labile and easily degradable. എന്നാലോ ഈ ഒരു ഗ്രൂപ്പിന്റെ absence of the 2'OH group gives more stability and chemically less reactive nature to DNA than RNA. ഈ OH ഗ്രൂപ്പിന്റെ ആബ്സെൻസ് DNAക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു, കെമിക്കലി ലെസ് റിയാക്റ്റീവ് നാച്ചറും കൊടുക്കുന്നു. സോ RNAയേക്കാളും DNA ആണ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നതിൻ്റെ റീസൺസുകളാണിത്. നെക്സ്റ്റ്, ഫോർത്ത് വൺ, the presence of thymine at the place of uracil gives additional stability to DNA. ഇപ്പോൾ DNAയുടെ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡിനൈൻ പെയേഴ്സ് വിത്ത് തൈമിൻ, ഗുവാനൈൻ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ. അപ്പോൾ അവിടെ തൈമിൻ്റെ സ്ഥാനത്ത് RNAയിൽ വരുന്നത് യുറാസിലാണ്. The presence of thymine at the place of uracil. ഇപ്പോൾ RNAയുടെ നൈട്രജൻ ബേസുകളിൽ സൈറ്റോസിൻ ഉണ്ട്, ഗുവാനൈൻ ഉണ്ട്, അഡിനൈൻ ഉണ്ട്, യുറാസിൽ ഉണ്ട്. DNAയിലാണെങ്കിൽ സൈറ്റോസിൻ ഉണ്ട്, ഗുവാനൈൻ ഉണ്ട്, അഡിനൈൻ ഉണ്ട്, തൈമിൻ ഉണ്ട്. അപ്പോൾ RNAയിലെ യുറാസിലിൻ്റെ സ്ഥാനത്ത് DNAയിലെ നൈട്രജൻ ബേസ് തൈമിനാണ്. അപ്പോൾ ഇത് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. യുറാസിലിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള മോളിക്യൂളാണ് തൈമിൻ. അപ്പോൾ ഇതും DNAക്ക് അഡീഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. നെക്സ്റ്റ്, ബോത്ത് DNA ആൻഡ് RNA ആർ ഏബിൾ ടു മ്യൂട്ടേറ്റ്. രണ്ട് മോളിക്യൂൾസിനും മ്യൂട്ടേഷന് വിധേയമാകാൻ പറ്റും. In fact, RNA being unstable mutate at a faster rate. എന്നാൽ RNA അൺസ്റ്റേബിൾ മോളിക്യൂൾ ആയതുകൊണ്ട് RNA വേഗത്തിൽ മ്യൂട്ടേഷന് വിധേയമാകും. നേരത്തെ മനസ്സിലാക്കി, പ്രസൻസ് ഓഫ് 2'OH ഗ്രൂപ്പ്, അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് തൈമിൻ, അതൊക്കെ RNAയെ എന്താക്കി മാറ്റുന്നു, യുറാസിൽ എന്താക്കി മാറ്റുന്നു, RNAയെ വേഗത്തിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നു. അതുകൊണ്ട് RNA വേഗത്തിൽ മ്യൂട്ടേഷന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് RNA വൈറസസ് ഹാവ് ഷോർട്ടർ ലൈഫ് സ്പാൻ ഡ്യൂ ടു ഫാസ്റ്റർ മ്യൂട്ടേഷൻ. വൈറസുകൾക്ക് ലൈഫ് സ്പാൻ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവ വേഗത്തിൽ മ്യൂട്ടേഷന് വിധേയമാകുന്നു എന്നുള്ളതാണ് അവയുടെ ലൈഫ് സ്പാൻ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത്രയും കാരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാം, രണ്ട് ന്യൂക്ലിക് ആസിഡ്സിലും DNA ഈസ് എ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാം. The two strands of DNA are complementary to each other and can be separated by heating and come together in suitable conditions. രണ്ട് സ്ട്രാൻഡ്സും കോംപ്ലിമെന്ററി ആണ്, അതിന് നമുക്ക് ഹീറ്റിംഗ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം, അതുപോലെ സ്യൂട്ടബിൾ കണ്ടീഷൻസ് കൊടുത്ത് അതിനെ വീണ്ടും ജോയിൻ ചെയ്യിപ്പിക്കാം. 2'OH group present in RNA is a reactive group and makes RNA labile and easily degradable. The absence of 2'OH group gives more stability and chemically less reactive nature to DNA than RNA. 2'OH ഗ്രൂപ്പിന്റെ ആബ്സെൻസ് DNAക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു, കെമിക്കലി ലെസ് റിയാക്റ്റീവ് നാച്ചറും കൊടുക്കുന്നു. The presence of thymine at the place of uracil gives additional stability to DNA. തൈമിന്റെ യുറാസിലിന്റെ സ്ഥാനത്ത് തൈമിൻ വരുന്നത് DNAക്ക് അഡീഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, ബോത്ത് DNA ആൻഡ് RNA ആർ ഏബിൾ ടു മ്യൂട്ടേറ്റ്. രണ്ടും മ്യൂട്ടേഷന് വിധേയമാകാൻ പറ്റുമെങ്കിലും RNA ബീയിങ് അൺസ്റ്റേബിൾ മ്യൂട്ടേറ്റ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. അതുകൊണ്ട് RNA മ്യൂട്ടേഷൻ ഫാസ്റ്റർ റേറ്റിലാണ് നടക്കുന്നത്.
RNA viruses have a shorter lifespan due to faster mutations. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ, DNA ഓർ RNA? DNA ആണോ RNA ആണോ ആദ്യം ഉണ്ടായ ജനറ്റിക് മെറ്റീരിയൽ? ആദ്യം ഉണ്ടായ ന്യൂക്ലിക് ആസിഡ്സ് DNA ആണോ RNA ആണോ? RNA was the first genetic material. There is now enough evidence to suggest that essential life processes evolved around RNA. അപ്പോൾ RNA ആണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ലൈഫ് പ്രോസസ്സസ് സച്ച് ആസ് മെറ്റബോളിസം, മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ, ട്രാൻസ്ലേഷൻ, പ്രോട്ടീൻ സിന്തസിസ് എന്ന കാര്യത്തിൽ, സ്പ്ലൈസിങ്, മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ, ഈ പ്രോസസ്സുകളെല്ലാം ഇവോൾവ്ഡ് അറൗണ്ട് RNA-യിൽ നിന്നാണ് രൂപം കൊണ്ടത് എന്ന് ഇപ്പോൾ നമുക്ക് ഇനഫ് എവിഡൻസസ് ഉണ്ട്. RNA ഈസ് എസെൻഷ്യൽ ഫോർ വേരിയസ് ലൈഫ് പ്രോസസ്സസ്. ഒരുപാട് ലൈഫ് പ്രോസസ്സസിനും ഇപ്പോൾ RNA അത്യാവശ്യമാണ്. It acts as a genetic material as well as catalyst in some important biochemical reactions in living systems. അതൊരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. അതൊരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് RNA ആക്ട് ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില ബയോകെമിക്കൽ റിയാക്ഷൻസിലൊക്കെ RNA ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് RNA ബീയിങ് എ കാറ്റലിസ്റ്റ് വാസ് റിയാക്റ്റീവ് ആൻഡ് ഹെൻസ് അൺസ്റ്റേബിൾ. നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്, RNA റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്, അതുകൊണ്ടത് അൺസ്റ്റേബിളുമാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സ്റ്റെബിലിറ്റി കൂടുതലുള്ള DNA RNA-യിൽ നിന്നും ചില മോഡിഫിക്കേഷൻസ് സംഭവിച്ച് ഇവോൾവ് ചെയ്തു. Therefore, DNA has evolved from RNA with chemical modifications that make it more stable. For video lessons, please subscribe to LP's biology classes. Thank you.